സ്റ്റുഡൻസ് NIOSന് 25 വന്ന ഒരു ക്വസ്റ്റ്യൻ്റെ 21 ക്വസ്റ്റ്യൻസ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. ഇനി 20 ക്വസ്റ്റ്യൻസ്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ, അതിൻ്റെ ബാലൻസ് ആണ് ഇനി എടുക്കുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ് എന്ന് പറയാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കും. ആ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചുകൊണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയുക. ഡൊമസ്റ്റിക് വയലൻസ് ഓൺ വിമൻ ഈസ് എബോവ് കാസ്റ്റ്. കാസ്റ്റിന് അതീതമാണ് ഡൊമസ്റ്റിക് വയലൻസ് എന്ന്. അത് തെറ്റ്. ആ എബോവ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ കാസ്റ്റിന് അതീതമാണ് ഡൊമസ്റ്റിക് വയലൻസ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാ കാസ്റ്റിലുള്ളവർക്കും ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ട്. എല്ലാ കാസ്റ്റിലുള്ള സ്ത്രീകളും ഡൊമസ്റ്റിക് വയലൻസ് സഫർ ചെയ്യുന്നുണ്ട്. ഇനി ഡോട്ടേഴ്സ് എൻജോയ് ദ ഇൻഹെറിറ്റൻസ് ആൻഡ് സക്സഷൻ റൈറ്റ് ഇൻ പാട്രിലീനിയൽ ഫാമിലി പിതാവിനാണ് കൂടുതൽ പ്രാധാന്യം, പിതൃകേന്ദ്രീകൃതമാണ്. അപ്പോൾ അവിടുത്തെ ഡോട്ടേഴ്സിന് പിതാവിൻ്റെ സ്വത്തിൽ ഇൻഹെറിറ്റൻസ് ഇല്ല. അപ്പോൾ അത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ഇനി അടുത്തത് റൈറ്റ് ട്രൂ ഓർ ഫോൾസ്. സോഷ്യോളജിസ്റ്റ് കളക്ട് ഡേറ്റ ഫ്രം ദി ആർച്ചീവ്സ്. ഇത് തെറ്റാണ്. ഹിസ്റ്റോറിയൻസ് ആണ് ആർച്ചീവ്സിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. സോഷ്യോളജിസ്റ്റ് കറൻറ്റ് ആയിട്ടുള്ള അഫയേഴ്സിൽ നിന്നായിരിക്കും സോഷ്യോളജിസ്റ്റ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ഇനി സോഷ്യോളജി ഈസ് ആൻ ഒബ്സർവേഷണൽ സയൻസ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കാരണം സോഷ്യോളജി ഒബ്സർവേഷണൽ സയൻസാണ്. കാര്യങ്ങൾ ഒബ്സർവ് ചെയ്താണ് സോഷ്യോളജിയിൽ റിസർച്ച് ചെയ്യുന്നത്. ഇനി അടുത്ത പൊളിറ്റിക്കൽ സയൻസ് കണ്ടക്ട്സ് സ്റ്റഡി ഓഫ് ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. പൊളിറ്റിക്കൽ സയൻസ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയും പഠിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇല്ല, പൊളിറ്റിക്കൽ സയൻസ് സ്റ്റഡി ഉള്ളി. ഇത് ഫോൾസ് ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ബിക്കോസ് പൊളിറ്റിക്കൽ സയൻസ് സ്റ്റഡീസ് ഉള്ളി പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, രാഷ്ട്രീയ സ്ഥാപനങ്ങളെ കുറിച്ചാണ് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നത്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ 21, 22. ട്രൂ ഓർ ഫോൾസ് പറയാനാണ് 5 മാർക്കാണ് അതിന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 23. കോളം എ മാച്ച് കോളം എ ആൻഡ് വിത്ത് കോളം ബി. കോളം എയും കോളം ബിയും മാച്ച് ചെയ്യാനാണ്. ഇപ്പോൾ കോളം എയിൽ ഡിങ്ക് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കാണുന്നുണ്ട്. ഡിങ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡബിൾ ഇൻകം നോ കിഡ്സ് ആണ്. അത് ചിലപ്പം അതൊരു ഫാമിലിയാണ്. ഡബിൾ ഇൻകം നോ കിഡ്സ് എന്ന് പറഞ്ഞാൽ ഭർത്താവിനും ഭാര്യയ്ക്കും ജോലിയുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ഡബിൾ ഇൻകം, പക്ഷേ അവർക്ക് കിഡ്സ് ഇല്ല, മക്കളില്ല. ഡബിൾ ഇൻകം നോ കിഡ്സ്. ഇതാണ് ഡിങ്ക് ഫാമിലി. ഇപ്പോഴത്തെ ഫാമിലി സിസ്റ്റം ചിലതൊക്കെ അങ്ങനെയാണ്, ഡിങ്ക് ഫാമിലിയാണ്. അപ്പം ഡിങ്ക് എന്നുള്ളതിന് എംപ്ലോയിഡ് കപ്പിൾസ് ഹു ഹാവ് നോ ചിൽഡ്രൻ, മക്കളില്ലാത്തതാണ്. ഇനി അടുത്തത് അതോറിറ്റി മീൻസ് വെൻ പവർ ഈസ് എ ലെജിറ്റിമേറ്റ് ഇറ്റ് ഈസ് നോൺ ആസ് അതോറിറ്റി. അധികാരം മറ്റുള്ളവരുടെ മേലെ അല്ലെങ്കിൽ ആ പവർ ശക്തി മറ്റുള്ളവരുടെ മേലെ പ്രയോഗിക്കുമ്പോഴാണ് അത് അതോറിറ്റി ആകുന്നത്. ഇനി കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി മീൻസ് എ സ്റ്റേറ്റ് ഓഫ് ക്ലാസ്ലെസ്നെസ്. ക്ലാസ്സുകളില്ലാത്ത മിഡിൽ ക്ലാസ്, ഹൈ ക്ലാസ്, ലോ ക്ലാസ് എന്നുള്ള ക്ലാസ് ഇല്ലാത്ത ഒരു സൊസൈറ്റിയാണ് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഈഗോ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് ഞാനെന്ന ഭാവത്തിനെയാണ് ഈഗോ എന്ന് പറയുന്നത്. എ പേഴ്സൺ ഹൂ ഈസ് ദ ബേസിക് പോയിന്റ് ഓഫ് റെഫറൻസ്. നമ്മൾ എടുത്ത് പറയുന്ന അയാളുടെ തന്നെ കാര്യങ്ങൾ ബേസിക് ആയിട്ട് വരുന്നതാണ് ഈഗോ. അപ്പോൾ ഇത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ കോളം എയും ബിയും കമ്പയർ ചെയ്യാനായിട്ട് വരാം. ഇനി അടുത്തത് നമുക്കൊരു പുസ്തകത്തിനുള്ളിൽ തന്നെയുള്ള ഒരു പാസേജ് നമുക്ക് തന്നിരിക്കും. ഈ പാസേജിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കും. ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ്. അപ്പോൾ ഈ പാസേജ് നിങ്ങൾ സാവധാനം വായിച്ചു നോക്കിയപ്പോൾ ഞാൻ എൻ്റെ ഉത്തരം മാത്രം പറഞ്ഞു പോകാം, സമയക്കുറവ് കൊണ്ടാണ്. എക്സ്പ്ലെയിൻ ദ സ്ട്രാറ്റജി പ്ലാൻ ഫോർ ഡെവലപ്മെൻറ്റ്. ഇത് വ്യക്തമായിട്ട് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ദ സ്ട്രാറ്റജി ഓഫ് പ്ലാൻ ടു സോഷ്യൽ ചേഞ്ച് ഈസ് എ ഡയറക്ഷൻ ദാറ്റ് ഈസ് കൺസിഡർഡ് ഡിസൈറബിൾ ബൈ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. ആൻസർ അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 24 എന്നിട്ടിട്ട് മാർജിന് വെളിയിൽ അതിൻ്റെ സബ് ഡിവിഷൻ എ എന്നുള്ളത് മാർജിന് വെളിയിലിട്ടിട്ട് ഈ ആൻസർ ഈ ഒരു സെൻറ്റൻസ് മുഴുവനായിട്ട് എടുത്ത് എഴുതിയാൽ മതി. ഇനി വാട്ട് ഈസ് ഇറ്റ് ബേസ്ഡ് ഓൺ? ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനെ ബേസ് ചെയ്താണെന്ന്. ദിസ് ഈസ് ബേസ്ഡ് ഓൺ സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ജോഗ്രഫിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഓഫ് ദ സൊസൈറ്റി. ഇതാണ് രണ്ടാമത്തെ ഉത്തരം. ഇനി ഹൗ ഡസ് ഇറ്റ് ഇൻക്ലൂഡ് പ്രോഗ്രസ്? എങ്ങനെയാണ് ഇതിനുള്ളിൽ ചേഞ്ചിനുള്ളിൽ പ്രോഗ്രസ് വരുന്നതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ആൻസർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രോഗ്രസ് ഇൻ വേരിയസ് അതർ ഫീൽഡ്സ് ലൈക്ക് ട്രേഡ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് സോ ഓൺ. ഈ പാർട്ട് ഈസിയാണ്. 4 മാർക്ക് നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാം.
ഇനി ഹൗ ഈസ് ഇറ്റ് വാല്യൂ ആഡഡ്, അതും വ്യക്തമായിട്ട് കിടപ്പുണ്ട്. ദ ഡെവലപ്മെൻറ്റ് ഈസ് എ വാല്യൂ ആഡഡ് കോൺസെപ്റ്റ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ടു അക്കൗണ്ട് ദ സോഷ്യോ കൾച്ചറൽ ആൻഡ് ഇക്കണോമിക് നീഡ്സ് ഓഫ് ദ ഗിവൺ സൊസൈറ്റി. അപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റനാണ്. ഇതും നിങ്ങൾ ബുദ്ധിമുട്ട് കൂടാതെ അറ്റൻഡ് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യുക. അപ്പം ബാക്കി അസർഷനും റീസണിങ്ങും ആണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇത്രയും കൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തിയത് കേട്ട് പഠിക്കുക. ഇനി അടുത്തൊരു ക്ലാസ് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിയും കൊണ്ട് ഇന്ന് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.